ഈ സ്റ്റോറി നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. കലക്കൻ കല്യാണം. ക്ലോക്കിന്റെ ശബ്ദമൊഴിച്ചാൽ ആ മുറി തീർത്തും നിശബ്ദമായിരുന്നു. വെളുത്ത കോട്ട് ധരിച്ച ഡോക്ടറുടെ കണ്ണുകൾ വിവാഹവേഷത്തിൽ തന്റെ മുന്നിൽ കിടക്കുന്ന 19കാരി മായയിലായിരുന്നു. സമീപത്ത് അവളുടെ അച്ഛൻ ശേഖരനും മറ്റു ചില ബന്ധുക്കളും നിൽക്കുന്നുണ്ടായിരുന്നു. മായ പതിയെ കണ്ണുകൾ തുറന്ന് ഡോക്ടറെയും ചുറ്റും നിൽക്കുന്ന ബന്ധുക്കളെയും നോക്കി. വിവാഹ റിസപ്ഷനിടയ്ക്ക് അജയുടെ സുഹൃത്തുക്കൾ നൽകിയ ഷാമ്പയിൻ കുടിച്ചതോർത്തു. പിന്നെ എന്താണ് തനിക്ക് സംഭവിച്ചത്? അവളുടെ ചിന്തകൾക്ക് തടയിട്ടുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല മായേ, സന്തോഷിക്കേണ്ട സമയമാണ്. യു ആർ പ്രഗ്നന്റ്. ഡോക്ടറുടെ വാക്കുകൾ മായയ്ക്ക് ചുറ്റും പ്രതിധ്വനിച്ചു. കന്യകയായ മായയുടെ വിവാഹം ഏതാനും മണിക്കൂറുകൾക്ക് മുന്നെയാണ് അജയ് മേനോനുമായി നടന്നത്. ഇന്നേ വരെ ഒരാണിന്റെ സ്പർശം ഏൽക്കാത്ത ഇവൾ ഗർഭിണിയാണെന്നോ? അതെങ്ങനെ? അവളുടെ സമീപത്ത് നിന്ന അച്ഛൻ ശേഖരൻ പകപ്പോടെ മകളെ നോക്കി. ഡോക്ടർ തുടർന്നു, ഇയാളുടെ ഹസ്ബൻഡ് എവിടെ? ഡോക്ടർ ബന്ധുക്കൾക്ക് നേരെ തിരിഞ്ഞു. അജയെ കണ്ട ഡോക്ടർ അയാളോട് പറഞ്ഞു, ഓ കൺഗ്രാറ്റ്സ് അജയ്, യു ആർ ഗോയിങ് ടു ബി എ ഫാദർ. ഡോക്ടർ ചിരിയോടെ അജയിന്റെ കൈകുലുക്കി. വാട്ട്? അജയ് ഞെട്ടലോടെ അലറി. അതേ ഞെട്ടൽ അവിടെ നിൽക്കുകയായിരുന്ന ഇരുവരുടെയും വീട്ടുകാരിലും ഉണ്ടായിരുന്നു. യെസ് അജയ്, ബേബിക്ക് 6 വീക്സ് ഗ്രോത്ത് ഉണ്ട്, ഡോക്ടർ പറഞ്ഞു. സമാധാനമായല്ലോ മുത്തശ്ശന്. ആ വീപ്പക്കുറ്റിയെ എന്റെ തലയിൽ കെട്ടിവെച്ചതും പോരാ, ഇപ്പൊ ആരാന്റെ ഗർഭവും ഞാൻ ചുമക്കണമല്ലേ? അജയ് ദേഷ്യത്തിൽ സമീപത്ത് നിന്ന് അവന്റെ മുത്തശ്ശൻ വിശ്വനാഥ മേനോന്റെ നേർക്ക് അലറി. അവൻ ദേഷ്യം പൂണ്ട് നിലത്താഞ്ഞു ചവിട്ടി. അപ്പോഴാണ് ആകെ പകച്ചു നിൽക്കുന്ന ശേഖരനെ അവർ കണ്ടത്. ആരിത്? ആരാടോ തന്റെ മോളുടെ വയറ്റിലെ കുട്ടിയുടെ അച്ഛൻ? ആരാന്റെ ഗർഭം ഏറ്റെടുക്കാൻ അജയെ കിട്ടില്ല. എന്നാലും എന്റെ ഭാഗ്യം നോക്കണേ, കല്യാണം കഴിഞ്ഞതും കുട്ടി ഫ്രീ. എനിക്കായിട്ട് ഒന്നിനും മെനക്കെടേണ്ടി വന്നില്ലല്ലോ. അജയ് യാതൊരു ബഹുമാനവുമില്ലാതെ ശേഖരനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു. എല്ലാം കേട്ട് വിറങ്ങലിച്ചു കിടന്ന മായയെ വെറുപ്പോടെ നോക്കി അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അയാളുടെ ദേഷ്യവും വെറുപ്പും വായിൽ നിന്ന് വന്ന വാക്കുകളുമെല്ലാം മായയുടെ സമനില തെറ്റിച്ചിരുന്നു. ഒപ്പം താൻ ഗർഭിണിയാണെന്ന വാർത്തയും. തന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പോലും അവൾക്കറിയില്ല. താൻ എങ്ങനെ ഗർഭിണിയായെന്ന് പോലും. അജയ് പോകുന്നതും നോക്കി നിന്ന ശേഷം മായ അവളുടെ കഴുത്തിൽ അവൻ അന്ന് കെട്ടിയ താലി അഴിച്ചെടുത്തു. ശേഷം അജയുടെ പെങ്ങളെ ഏൽപ്പിച്ച് ഒന്നും മിണ്ടാതെ നടന്നു. ആ രാത്രി ഒറ്റയ്ക്ക് റോഡിലൂടെ നടക്കുമ്പോൾ അന്നത്തെ ദിവസം അവളുടെ മുന്നിൽ തെളിഞ്ഞു. കൊച്ചി നഗരത്തിലെ കാരാട്ട് കൺവെൻഷൻ സെന്ററിൽ ഇന്നൊരു വിവാഹം നടക്കുകയാണ്. കാരാട്ട് വിശ്വനാഥ മേനോന്റെ കൊച്ചുമകൻ അജയ് മേനോനും നാട്ടിലെ ഒരിടത്തരം കുടുംബത്തിലെ മായയും തമ്മിലുള്ള വിവാഹം. വിവാഹത്തിന് പങ്കെടുക്കാനായി നാടൊട്ടുക്ക് എത്തുകയാണ്. എന്താണ് ശേഖര, നല്ല പുളിങ്കൊമ്പിൽ തന്നെ കയറി പിടിച്ചിട്ടുണ്ടല്ലോ താൻ. വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന ഉത്തമൻ വധുവിന്റെ അച്ഛനായ ശേഖരനോട് പറഞ്ഞു. എല്ലാം കാരണവന്മാർ ചെയ്ത പുണ്യം. അതല്ലേ കാരാട്ട് വീട്ടുകാർ ഇങ്ങോട്ട് എന്റെ മോളെ ചോദിച്ചു വന്നത്. ശേഖരൻ നിറഞ്ഞ പുഞ്ചിരിയോടെ ഉത്തരമേകി. പിന്നിൽ കണ്ട കസേരയിൽ ഉത്തമൻ സ്ഥാനം പിടിച്ചു. എന്തായാലും ശേഖരന്റെ രാശി തെളിഞ്ഞു. കാരാട്ട് വീട്ടിലേക്കല്ലേ മകളെ വിവാഹം കഴിച്ച് അയക്കുന്നത്. തൊട്ടടുത്തിരുന്ന ആളോട് അയാൾ അസൂയയോടെ പറഞ്ഞു. ആളും ആരവവും കൊണ്ട് തിങ്ങി നിറഞ്ഞ കാരാട്ട് കൺവെൻഷൻ സെന്ററിലെ കതിർ മണ്ഡപത്തിൽ കസവ് ഷർട്ടും മുണ്ടും ധരിച്ച് സുമുഖനായ അജയ് മേനോൻ ഇരുന്നു. മുഹൂർത്തമായപ്പോൾ സർവാഭരണ വിഭൂഷിതയായി തൊഴുകയോടെ മായ കതിർമണ്ഡപത്തിലേക്ക് കയറി. അവളെ കണ്ടതും പെട്ടെന്ന് സദസ്സിൽ ഒരു മുറുമുറുപ്പുയർന്നു. അയ്യേ, ഇവളോ? ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയുള്ളൂ കാരാട്ട് മരുമകളാക്കാൻ. ഈ തടിച്ചയെ കണ്ട അവന്റെ അമ്മയാണെന്ന് തോന്നുവല്ലോ. മായയെ കണ്ടതും അജയന്റെ മുഖവും മുറുകി. അവളുടെ ശരീരപ്രകൃതി തനിക്ക് ഇഷ്ടമായില്ലെന്ന് അവന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. കൗമാരത്തിൽ സംഭവിച്ച ഹോർമോൺ വ്യതിയാനമാണ് മായയെ അമിതവണ്ണക്കാരിയാക്കിയത്. അമ്മയില്ലാതെ വളർന്ന അവൾക്ക് അച്ഛനിൽ നിന്നോ രണ്ടാനമ്മയിൽ നിന്നോ സ്നേഹമൊന്നും അന്നോളം ലഭിച്ചിട്ടില്ല. അവളുടെ അച്ഛൻ ആദ്യമായി അവളോട് സ്നേഹത്തിൽ സംസാരിച്ചത് തന്നെ ഈ വിവാഹത്തിന്റെ കാര്യത്തിനായിരുന്നു. അതും കാരാട്ട് വീട്ടിൽ നിന്ന് വന്ന വിവാഹമായതിനാൽ. സ്വർണവും സ്ത്രീധനവും ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതിയെന്ന് പറഞ്ഞപ്പോൾ ശേഖരൻ ഒന്നും ആലോചിച്ചില്ല. അച്ഛനെ എതിർത്തിട്ടും കാര്യമില്ല എന്നറിയാമായിരുന്ന മായ അച്ഛന്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചു. വിവാഹ ചടങ്ങുകൾ പൂർത്തിയായതും അജയും മായയും കാരാട്ട് വീട്ടിലേക്ക് തിരിച്ചു. അജയിന്റെ അമ്മ കൊടുത്ത 5 തിരിയിട്ട നിലവിളക്ക് വാങ്ങി
വലതുകാൽ വെച്ച് മായ ആ വീടിന്റെ മരുമകളായി കയറി. അജയിന്റെ പെങ്ങൾ വന്ന് അവളെ വസ്ത്രവും ആഭരണവും മാറ്റാൻ സഹായിച്ചു. അവരവളെ അതിസുന്ദരിയായി ഒരുക്കി. കാരാട്ടുകാരുടെ സ്വന്തം ഹോട്ടലിൽ വെച്ചായിരുന്നു റിസപ്ഷൻ. റിസപ്ഷനിൽ പങ്കെടുക്കാൻ അജയിന്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അവർ കേക്കും ഷാമ്പയിൻ ബോട്ടിലും ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ് മിസ്റ്റർ ആൻഡ് മിസ്സസ് അജയ്. ഒരു ചെറുപ്പക്കാരൻ അതും പറഞ്ഞ് ഷാമ്പയിൻ ബോട്ടിൽ തുറന്നു. 2 ഗ്ലാസ്സിൽ അവ പകർത്തി വരനും വധുവിനും കൊടുത്തു. ഒപ്പം അവരിരുവരോടും ചിയേഴ്സ് പറഞ്ഞ് അത് കുടിക്കാൻ ആവശ്യപ്പെട്ടു. അജയ് കുടിക്കുന്നത് കണ്ട് വേറെ നിവൃത്തിയില്ലാതെ മായയും അത് കുടിക്കാൻ ഒരുങ്ങി. ഗ്ലാസ് ചുണ്ടോടടുപ്പിക്കുമ്പോഴേക്കും മണമടിച്ച് അവൾക്കത് കുടിക്കാനായില്ല. അവൾ ഗ്ലാസ് താഴെയിട്ട് വാ പൊത്തിക്കൊണ്ട് വാഷ് ഏരിയയിലേക്ക് ഓടി. അത് കണ്ട് അജയിന്റെ അമ്മയും പെങ്ങളും മായയുടെ പുറകെ ചെന്നു. ഛർദിച്ച അവശയായ മായ അവിടെ ചുമരിൽ ചാരി നിൽക്കുകയായിരുന്നു. കുറച്ചു വെള്ളം കുടിച്ചതും മായ പെട്ടെന്ന് അജയിന്റെ അമ്മയുടെ കയ്യിലേക്ക് മയങ്ങി വീണു. പിന്നിൽ നിന്നും വന്ന കാറിന്റെ ഹോൺ കേട്ട് ഞെട്ടിയ മായ ഒരു ദിവസം കൊണ്ട് ജീവിതം കൈവെട്ടുന്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു. ആ രാത്രി അവൾ തന്റെ വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു. ആരോട് ചോദിച്ചിട്ടാടി മൂദേവി നീ ഇങ്ങോട്ട് കേറി വരണേ? പിഴച്ച് വയറ്റിലുണ്ടാക്കിയതും പോരാ, അവള് താലി അഴിച്ചു കൊടുത്തേക്കുന്നു. കുടുംബത്തിന്റെ മാനം കളയാനായി പറഞ്ഞ ജന്മം. അല്ലേലും തള്ളയുടെ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ. ഇറങ്ങിപ്പോടി. മായയുടെ രണ്ടാനമ്മ മാലിനി അവളെ നോക്കി ആക്രോശിച്ചു. അവളെ കണ്ടതും കല്യാണം കൂടാനായി വന്ന ബന്ധുക്കൾ പലരും മുറുമുറുക്കാൻ തുടങ്ങി. മായ ഒന്നിനും മറുപടി പറയാതെ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ശേഖരൻ അവളെ തടഞ്ഞു. കാരാട്ട് വീട്ടിൽ നിന്നും തീരുമാനം മറിയുന്നത് വരെ മാത്രം നിനക്കിവിടെ ജീവിക്കാം, ശേഖരൻ താക്കീതോടെ പറഞ്ഞു. അയാളെ നിറകണ്ണുകളോടെ ഒന്ന് നോക്കി ഒന്നും പറയാതെ മായ മുറിയിൽ കയറി കതകടച്ചു. തലയിണയിൽ മുഖമമർത്തി കരഞ്ഞു. അടുത്ത ദിവസം തന്നെ അബോർഷൻ വേണം എന്ന ആവശ്യവുമായി ശേഖരൻ ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ പ്ലീസ്, ഒരച്ഛന്റെ വേദന ഡോക്ടർ മനസ്സിലാക്കണം. അയാൾ ഡോക്ടറോട് കെഞ്ചി. സി മിസ്റ്റർ ശേഖരൻ, മായയുടെ ഹെൽത്ത് കണ്ടീഷനും അവളുടെ പ്രായവും കൂടി കണക്കിലെടുക്കുമ്പോ അബോർഷൻ പോസിബിൾ അല്ല, നല്ല റിസ്ക് ഉണ്ട്. ഡോക്ടർ അയാളെ പറഞ്ഞു മനസ്സിലാക്കി. ശേഖരൻ നിരാശയോടെ വീട്ടിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ അജയ് തിരികെ വന്നാൽ ഒരു പക്ഷേ മായയെ സ്വീകരിക്കുമെന്ന് ശേഖരൻ മനക്കോട്ട് കെട്ടി. മാസങ്ങൾ കടന്നുപോയി. അജയ് തിരികെ വന്നില്ല. കാരാട്ട് വീട്ടുകാർ എങ്ങനെയും അജയ്യെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കാരാട്ടെക്കാരനവർ വിശ്വനാഥ മേനോൻ ഒരു ഗർഭിണി എന്ന പരിഗണന കൊടുത്ത് മായയ്ക്ക് വേണ്ടി ശേഖരന്റെ കയ്യിൽ കുറച്ച് പണം ഏൽപ്പിച്ചിരുന്നു. അതെല്ലാം അപ്പോൾ തന്നെ മാലിനി അയാളുടെ കയ്യിൽ നിന്നും വാങ്ങി കൈയടക്കി വെച്ചു. ഗർഭിണി എന്ന ഒരു പരിഗണനയും മായയ്ക്ക് ആ വീട്ടിൽ നിന്നും ലഭിച്ചില്ല. പിഴച്ചവൾ എന്ന എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ മാത്രം എന്നും അവൾക്ക് കിട്ടി. അവൾ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയതേയില്ല. മാലിനി വീട്ടിൽ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ മാത്രം അവളുടെ മുറിക്ക് പുറത്തു കൊണ്ടുവച്ചു. അച്ഛനാരാ എന്നറിയാത്ത കുട്ടിയെ ചുമക്കുന്നു എന്ന് സ്വയം പരാതിപ്പെട്ട് മായ കടുത്ത നിരാശയിലേക്ക് കൂപ്പുകുത്തി. ദിവസം കഴിയുന്തോറും ഗർഭിണിയാണെന്ന ബോധം അവളിൽ എവിടെയോ ഉണ്ടായിരുന്നത് കൊണ്ടോ അതോ സംസാരിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടോ അവൾ തന്റെ കുഞ്ഞിനോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അവളും കുഞ്ഞും തമ്മിൽ ഒരു സ്നേഹം രൂപപ്പെട്ടു. എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം കുഞ്ഞാണല്ലോ. മായ പ്രസവത്തോടടുത്തു. പതിവില്ലാതെ കോളിംഗ് ബെല്ല് മുഴങ്ങുന്നത് കേട്ട് ആരാണെന്ന് നോക്കാൻ വാതിൽ തുറന്ന ശേഖരൻ വിരുന്നുകാരനെ കണ്ട് ഞെട്ടി. അജയ് മേനോൻ. വന്നത് മായയെ കൂടെ കൂട്ടാനോ അതോ എന്നേക്കുമായി ഉപേക്ഷിക്കാനോ? ശേഖരൻ ചിന്തിച്ചു നിൽക്കവേ അയാളെ വകവയ്ക്കാതെ അജയ് അകത്തേക്ക് കയറി. അജയെ കണ്ടതും മാലിനി മായയെ പുറത്തേക്ക് കൊണ്ടുവന്നു. അജയ്, മായ മെല്ലെ വിളിച്ചു. മുമ്പത്തേക്കാൾ കുറെ കൂടി തടിച്ച മായയെ കണ്ടതും അവന്റെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു. അത് മായയ്ക്ക് മനസ്സിലായി. ഇരിക്കുമോനെ, ശേഖരൻ താഴ്മയോടെ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല. ഇവളെന്റെ ഭാര്യയായി വരണമെന്ന് വീണ്ടും മുത്തശ്ശൻ ഒരേ നിർബന്ധം. അവസാനത്തെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യുക. എനിക്കിഷ്ടം ഉണ്ടായിട്ടല്ല, മുത്തശ്ശന് വേണ്ടി മാത്രം. എന്നാലും എന്തിനാ ഇവളെ അങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് മുത്തശ്ശൻ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ആരാന്റെ കുഞ്ഞിനെ ചുമക്കാനൊന്നും എനിക്ക് പറ്റില്ല, അജയ് ദേഷ്യത്തിൽ പറഞ്ഞു. എല്ലാം മോന്റെയും മുത്തശ്ശന്റെയും നല്ല മനസ്സ്. എന്റെ കുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായല്ലോ. മായക്കിപ്പോ ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുന്ന സമയമാ.
പ്രസവം കഴിഞ്ഞ ഉടൻ ഞങ്ങൾ അവളെ അവിടെ കൊണ്ടുവന്നാക്കാം. കുഞ്ഞിനെ ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിലാക്കാം. ശേഖരൻ അതീവ വിനയത്തോടെ പറഞ്ഞു. ഇല്ല, സമ്മതിക്കില്ല. എന്റെ കുഞ്ഞിനെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് ആദ്യമായി മായയുടെ ശബ്ദം അവിടെ മുഴങ്ങി കേട്ടു. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? എല്ലാം ഞങ്ങൾ തീരുമാനിച്ചോളാം. അതെല്ലാം അനുസരിച്ച് മിണ്ടാതെ അജയ് മോന്റെ കൂടെ ചെന്ന് മോൻ പറയുന്നത് കേട്ടോ അവിടെ താമസിച്ചോണം. ശേഖരൻ മായയുടെ നേർക്ക് അലറി. ഇല്ല അച്ഛ, അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ ഞാൻ ഉപേക്ഷിക്കില്ല. അജയ് പ്ലീസ്, അന്നേ ഞാൻ നിങ്ങളുടെ ഭാര്യ പദവി ഉപേക്ഷിച്ചതാ. ഞാൻ നിങ്ങളുടെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദയവേത് എനിക്ക് ഡിവോഴ്സ് തരൂ. നിങ്ങൾ എനിക്ക് ഭർത്താവായി വേണ്ട. അത്രയും പറഞ്ഞു തീരുമ്പോഴേക്കും മായ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കിതപ്പോടെ തന്നെ അവൾ പെട്ടെന്ന് തല കറങ്ങി താഴെ വീണു. അപ്പോഴേക്കും അവളുടെ വാട്ടർ ബ്രേക്കായി അത് അവിടെയെല്ലാം പരന്നിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ലണ്ടൻ നഗരത്തിലെ ഒരു പ്രഭാതം. അതിരാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് ഒരു പുഞ്ചിരിയോടെ തന്റെ ജിം ബാഗും എടുത്ത് ജിമ്മിലേക്ക് പോവുകയാണ് മായ. പണ്ടത്തെ മായയിൽ നിന്ന് അവൾക്ക് ഒരുപാട് മാറ്റം വന്നു, സ്വഭാവത്തിലും ശരീരത്തിലും. എല്ലാവരും തടിച്ചി എന്ന് വിളിച്ചിരുന്ന മായ കടുത്ത ദൃഢനിശ്ചയത്തോടെ വ്യായാമം ചെയ്ത് ആ വണ്ണം കുറച്ചു. ഇന്ന് അവളെ കണ്ടാൽ ആരും നോക്കി നിന്നു പോവും. സിനിമാ നടിയെ പോലെ സുന്ദരിയാണവൾ. മാത്രവുമല്ല, പണ്ടത്തെ പോലെ മൗനിയുമല്ല ഇപ്പോൾ. പുതിയ മായ ബോൾഡാണ്, കോൺഫിഡന്റ് ആണ്. അവളുടെ ജീവിതവും അനുഭവങ്ങളുമാണ് അവളെ ഇങ്ങനെയാക്കി മാറ്റിയത്. ഒറ്റയ്ക്ക് പൊരുതി പഠിച്ച് സ്വന്തമായ മേൽവിലാസം ഉണ്ടാക്കി. ജിമ്മിൽ വ്യായാമം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയതും 5 വയസ്സുള്ള ഒരു കുഞ്ഞു മാലാഖ അവളെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അമ്മേ! ആ കുട്ടി സ്നേഹത്തോടെ വിളിച്ചു. ഇവൾ ആത്മിക എന്ന ആമിമോൾ, മായയുടെ കുഞ്ഞ്. ആഹാ, അമ്മയുടെ ചുന്ദരി മോളെ എഴുന്നേറ്റോ? നമുക്ക് സ്കൂളിൽ പോണ്ടേ? വാ, നമുക്ക് പോയി റെഡിയാവാം. മായ മോളെ കൊഞ്ചിച്ച് അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അമ്മേ, നമ്മളെപ്പോഴാ മുത്തശ്ശനെ കാണാൻ പോവുക? കുളിക്കുന്നതിനിടയിൽ ആമിമോൾ ചോദിച്ചു. മോളുടെ ചോദ്യം കേട്ടതും മായ ഒന്ന് നിശ്ചലയായി. ശേഖരൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. പിന്നെ മോള് സംസാരിച്ചു തുടങ്ങിയതിൽ പിന്നെ ശേഖരൻ വിളിച്ചാൽ അവളാണ് സംസാരിക്കുക. അതുകൊണ്ട് തന്നെ മുത്തശ്ശനും കൊച്ചുമോളും തമ്മിൽ നല്ല ബന്ധമാണ്. അതൊക്കെ പോവാം. ഇപ്പൊ ഓരോന്ന് ചോദിക്കാതെ മോള് സ്കൂളിൽ പോവാൻ നോക്ക്. മായ ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞു. അത് കണ്ടതും അമ്മ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായി മോൾ ഒന്നും ചോദിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് മോളെ സ്കൂൾ ബസ്സിൽ കയറ്റിവിട്ട് മായ ഓഫീസിലേക്ക് പോകാനായി റെഡിയായി. വീട് പൂട്ടി ഇറങ്ങുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ശേഖരനായിരുന്നു. അത് കണ്ട് മായ ഫോൺ എടുക്കാനൊന്നും മടിച്ചു. മോള് സ്കൂളിൽ പോയി, ഇല്ലെങ്കിൽ മോളെ കൊണ്ട് എടുപ്പിക്കാമായിരുന്നു എന്നവൾ മനസ്സിൽ ചിന്തിച്ചു. കോള് കട്ടായതും മായ ആശ്വാസത്തോടെ പോവാൻ ഇറങ്ങി. എന്നാൽ വീണ്ടും ഫോൺ റിങ് ചെയ്തു. അവൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ. ആ ഹലോ മോളെ. മായ ഫോൺ എടുത്തതും മറുപുറത്തു നിന്ന് ശേഖരൻ വിളിച്ചു. എന്തിനാ വിളിച്ചത്? തന്റെ അച്ഛൻ എന്ന പരിഗണന പോലും കൊടുക്കാതെ മായ പരുഷമായി ചോദിച്ചു. നിനക്ക് സുഖമല്ലേ മോളെ? ശേഖരൻ സ്നേഹത്തോടെ ചോദിച്ചു. എന്റെ സുഖവിവരം അറിയാനാണോ ഇപ്പൊ വിളിച്ചത്? മായ ദേഷ്യത്തിൽ ചോദിച്ചു. അത് മോളെ, അത് പിന്നെ. ശേഖരൻ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. അച്ഛൻ കാര്യം പറയും, എനിക്ക് ജോലിക്ക് പോണം. മായ കുറച്ച് ശബ്ദം കടുപ്പിച്ചു. അവളുടെ ശബ്ദത്തിലെ വ്യതിയാനം മനസ്സിലായതും ശേഖരൻ രണ്ടും കൽപ്പിച്ച് കാര്യം പറയാൻ തീരുമാനിച്ചു. അത് മോളെ, മൃദുവിന് കല്യാണ പ്രായമായി. അവൾക്ക് കല്യാണം നോക്കണമെന്ന് പറഞ്ഞ് മാലിനി ഒരേ നിർബന്ധം. അപ്പോ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണം. പിന്നെ മോളുടെയും ശരിയാക്കണ്ടേ. മോള് ഒന്ന് നാട്ടിലേക്ക് വരുവോ? ശേഖരൻ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യം അവതരിപ്പിച്ചു. ശേഖരന് മായയുടെ രണ്ടാനമ്മ മാലിനിയിൽ ജനിച്ച കുട്ടിയാണ് മൃദുല. എല്ലാം കേട്ട് മായ ഒന്ന് ദീർഘശ്വാസം എടുത്തു. ശേഖരൻ ആദ്യം മൃദുലയുടെ കാര്യം പറഞ്ഞ് ഒരു മുഖവുര ഇട്ടതാണെന്ന് മായയ്ക്ക് മനസ്സിലായി. കാരണം അങ്ങനെ മായയുടെ അഭിപ്രായം ചോദിച്ചിട്ടൊന്നും ആ വീട്ടിൽ കാര്യങ്ങൾ നടത്തിയിട്ടില്ല. അജയിന്റെ കാര്യം പറയാനുള്ള ഒരു മുന്നൊരുക്കം, അത്ര തന്നെ. വർഷം ഇത്രയായില്ലേ, എത്രയും പെട്ടെന്ന് ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കിയേ പറ്റൂ, മായ ചിന്തിച്ചു. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. ഞാൻ കാരണം അജയിന്റെ ജീവിതം നശിക്കണ്ട. എത്രയും പെട്ടെന്ന് ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ ഓഫീസിലൊന്ന് ചോദിക്കട്ടെ. ലീവ് കിട്ടിയ ഉടൻ നാട്ടിലേക്ക് വരാം.
മായ ശാന്തമായി പറഞ്ഞു. ശരി മോളെ. മോൾക്കാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകാമെന്ന് മായ തീരുമാനിച്ചു. മായയ്ക്ക് ലീവും പെട്ടെന്ന് തന്നെ കിട്ടി. എത്രയും പെട്ടെന്ന് അജയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ വഴിയും നോക്കണം. നാട്ടില് ചെന്നയുടൻ ഡിവോഴ്സിന്റെ കാര്യം ശരിയാക്കാം. മായ മനക്കണക്ക് കൂട്ടി. ഒരാഴ്ച കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമെന്ന് അറിഞ്ഞപ്പോ തൊട്ട് തുള്ളിച്ചാടി നടക്കുകയാണ് ആമിമോൾ. മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ അവളുടെ ബാഗിൽ പാക്ക് ചെയ്യുന്നുമുണ്ട്. ഇന്നാണ് മായയും മോളും നാട്ടിലേക്ക് പോകുന്നത്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തൊട്ട് മോള് ഭയങ്കര സന്തോഷത്തിലാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ആകാശത്തെത്തിയപ്പോൾ മേഘങ്ങളെ അടുത്ത് കണ്ട് ആ കുഞ്ഞു മുഖം വിടർന്നു. അവളുടെ മുഖത്തെ പുഞ്ചിരി കണ്ട് മായയ്ക്കും സന്തോഷമായി. മോളുടെ മുഖം നോക്കിക്കൊണ്ട് തന്നെ മായ ചെറുതായി ഒന്ന് ഉറങ്ങി. ഒരു വലിയ ആൾക്കൂട്ടം. അതിനിടയിൽ അമ്മയുടെ കൈവിട്ടുപോയി ഒരു കൊച്ചു പയ്യൻ തന്റെ അമ്മയെ അന്വേഷിച്ചു നടക്കുന്നു. അവന്റെ മുഖം വ്യക്തമല്ല. അമ്മ എന്ന് വിളിച്ച് അവൻ കരയുന്നുമുണ്ട്. അവന്റെ അടുത്തുകൂടി പോകുന്ന ആളുകളെല്ലാം അവനെ നോക്കി തന്നെയാണ് പോകുന്നത്. ചിലർ അവനെ നോക്കി കണ്ണുരുട്ടി ഭയപ്പെടുത്തുന്നുണ്ട്. പെട്ടെന്നൊരാൾ പുറകിലൂടെ വന്ന് അവന്റെ വാ പൊത്തിപ്പിടിച്ച് അവനെയും കൊണ്ട് അവിടെ ഓടി ഒരു വാനിൽ കയറ്റി അവിടെ എങ്ങോട്ടോ പാഞ്ഞു. മോനെ! മായ പെട്ടെന്ന് ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു. ഫ്ലൈറ്റിൽ മയങ്ങിപ്പോയ അവൾ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതാണ്. സ്വപ്നത്തിന്റെ ഭയാനകത കാരണം അവളുടെ കഴുത്തിൽ വിയർപ്പ് തുള്ളികൾ ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോഴും ആ കൊച്ചു പയ്യന്റെ കരച്ചിൽ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ആരാണ് ആ കുഞ്ഞ്? അവളുടെ മനസ്സാകെ വിങ്ങുകയാണ്. അവൾ സ്വയം വീണ്ടും ചോദിച്ചു, ആരാണ് ആ ഓമന മകൻ? ആമിയുടെ ചോദ്യങ്ങൾ. താൻ കണ്ടത് സ്വപ്നമാണെന്ന് മനസ്സിലായപ്പോഴാണ് മായയ്ക്ക് ശ്വാസം നേരെ വീണത്. മാം, ആർ യു ഓക്കെ? മായയുടെ നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് വന്ന എയർ ഹോസ്റ്റസ് ചോദിച്ചു. യാ, ഐ ആം ഓൾ റൈറ്റ്, താങ്ക് യു. മായ പറഞ്ഞത് കേട്ട് അവർ ഒരു പുഞ്ചിരിയോടെ തിരികെ പോയി. എന്തു പറ്റി അമ്മേ? ആമിമോൾ മായയുടെ നിലവിളി കേട്ട് പേടിച്ച് അവളുടെ നെറ്റിയിലൊക്കെ തൊട്ടു നോക്കി ചോദിച്ചു. ഒന്നുമില്ല എന്റെ ആമിക്കുട്ടി, അമ്മ ഒരു സ്വപ്നം കണ്ടതാ. മായ മോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ കൈവശമുണ്ടായിരുന്ന ചോക്ലേറ്റ് ആമിക്ക് കൊടുത്തു. ചോക്ലേറ്റ് കണ്ടതും കുഞ്ഞാമിയുടെ മുഖം വിടർന്നു. എന്റെ ചക്കര അമ്മ! അതും പറഞ്ഞ് മോൾ മായയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അമ്മേ, നമ്മൾ എപ്പോഴാ അമ്മ അച്ഛനെ അന്വേഷിക്കാൻ പോവുക? കുഞ്ഞാമി സംശയത്തോടെ ചോദിച്ചു. അച്ഛനോ? ഏതച്ഛൻ? നിനക്കച്ഛനില്ല. മോളുടെ ചോദ്യം കേട്ട് മായ ദേഷ്യത്തിൽ പറഞ്ഞു. ഒന്ന് പോയേ അമ്മേ, അമ്മ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല. എന്റെ ഫ്രണ്ട്സിനെല്ലാം അച്ഛനുണ്ടല്ലോ, പിന്നെന്താ എനിക്കില്ലാത്തത്? മോളുടെ ചോദ്യം കേട്ട് മായ എന്തു പറയണമെന്ന് അറിയാതെ കുഴഞ്ഞു. വേറൊരു മറുപടിയും മായയുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും എന്തു മറുപടി പറയും അവൾ? മോളുടെ അച്ഛൻ ആരാണെന്ന് അവൾക്ക് പോലും അറിയില്ലല്ലോ. താൻ എങ്ങനെ ഗർഭിണിയായി എന്നതുപോലും അറിയില്ല. മായ മറുപടി ഒന്നും പറയാതെ തന്റെ തോളോളം നീളമുള്ള മുടി കെട്ടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അമ്മ മറുപടി ഒന്നും പറയാത്തത് കൊണ്ട് ആമിമോൾ വീണ്ടും അടുത്ത ചോദ്യവുമായി വന്നു. അച്ഛനെ അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഏട്ടനെ തിരഞ്ഞാണോ നമ്മളിപ്പോ പോകുന്നത്? ഏട്ടൻ. ആ വാക്ക് മായയുടെ മനസ്സിൽ കൊണ്ടു. തന്റെ മോൻ, അവനിപ്പോൾ എവിടെയാവും? ആ അമ്മ മനസ്സ് സ്വയം ചോദിച്ചു. മായ അന്ന് പ്രസവിച്ചത് ഒരാളെയല്ല, 2 പേരെയായിരുന്നു. ഇരട്ടകൾ. ആദ്യം ജനിച്ചത് ഒരു ആൺകുട്ടിയായിരുന്നു. അവൻ ജനിച്ചു കഴിഞ്ഞ് 20 മിനിറ്റ് എടുത്തു കുഞ്ഞാമി വരാൻ. ആ സമയം കൊണ്ട് മായ അറിയാതെ ആ ചോരക്കുഞ്ഞിനെ ശേഖരൻ എവിടേക്കോ മാറ്റി. മായയ്ക്ക് ബോധം വരുമ്പോൾ കുഞ്ഞാമിയെയും അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയായിരുന്നു ശേഖരൻ. ആ അവസ്ഥയിലും അയാളിൽ നിന്ന് പൊരുതി വാങ്ങിയതാണ് മായ അവളെ. ആർക്കും വിട്ടുകൊടുക്കാതെ മായ അവളെ പൊതിഞ്ഞു പിടിച്ചു. മോളെ കൂടി തനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയതും തന്റെ ചിറ്റയുടെ സഹായത്തോടെ മായ ലണ്ടനിലേക്ക് ചേക്കേറി. അവളുടെ അമ്മയുടെ സഹോദരി ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. മായ പ്രഗ്നന്റ് ആണെന്ന കാര്യം വളരെ വൈകിയാണ് അവരറിഞ്ഞത്. അറിഞ്ഞപ്പോൾ തന്നെ അവർ മായയ്ക്കരികിലെത്തി. മായയും കൊണ്ടവർ ലണ്ടനിലേക്ക് പോയി. അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് സ്കോളർഷിപ്പ് കിട്ടി.
ലണ്ടനിൽ തന്നെ പാർട്ട് ടൈം ജോലിയെടുത്ത് മോളെ നോക്കി. ഒപ്പം തന്റെ പഠനം പൂർത്തിയാക്കി ജോലി നേടുകയും ചെയ്തു. എല്ലാത്തിനും സഹായവുമായി ചിറ്റയും ഫാമിലിയും ഉണ്ടായിരുന്നു. ഒരു വശത്ത് മോള് വളരുമ്പോഴും തന്റെ നഷ്ടപ്പെട്ട മോനെ ഓർത്ത് ഉരുകുകയായിരുന്നു അവൾ. തന്നെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്ന പോലെയെല്ലാം അവൾ അന്വേഷിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. ഇതിനിടയിൽ അവൾ സ്വയം തന്നെ തന്നെ മാറ്റിയെടുത്തു. കുട്ടിക്കാലത്ത് അവളെ ബാധിച്ച ഹോർമോൺ പ്രശ്നവും അതിന്റെ ഫലമായി രൂപപ്പെട്ട അമിതവണ്ണവുമെല്ലാം അവൾ മാറ്റിയെടുത്തു. അതിനുശേഷം മായ നാട്ടിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ വരാൻ തീരുമാനിച്ചത് തന്നെ അജയുമായുള്ള വിവാഹബന്ധം വേർപെടുത്താനാണ്. എന്നിരുന്നാലും അതിലും പ്രധാനപ്പെട്ട കാര്യം തന്റെ മോനെ കണ്ടെത്തണം എന്നതും കൂടിയാണ്. അരമണിക്കൂർ കഴിഞ്ഞ് അവരുടെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റ് ഇറങ്ങി ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് ഒരു ട്രോളിയിൽ എടുത്തു വെച്ച് മോളെയും അതിലേക്കിരുത്തി മായ പുറത്തേക്ക് നടന്നു. താമസിക്കാനായി ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരുന്നു അവൾ. ആദ്യമേ വീട്ടിൽ കയറി ചെല്ലണ്ട എന്നവള് തീരുമാനിച്ചിരുന്നു. പുറത്തു ചെന്ന് ഒരു ടാക്സി എടുത്ത് പോവാം എന്ന് കരുതി നിൽക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിംഗ് ചെയ്തത്. അവളുടെ ചിറ്റയുടെ മോൾ ആരതിയായിരുന്നു വിളിച്ചത്. മായെ, നീ സൂക്ഷിക്കണം. മായ ഫോൺ എടുത്തതും ആരതി പറഞ്ഞു. എന്തിന്? മായ നിസ്സാരമായി ചോദിച്ചു. സഞ്ജീവ് മാധവ്. അയാൾ കുറച്ചു കാലങ്ങളായി നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. നിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് കുറെ എൻക്വയറി ഇവിടെ വന്നിരുന്നു. നിന്നെക്കുറിച്ച് അറിയാൻ അയാൾ സമീപിച്ചത് എന്റെ ഓഫീസിലായിരുന്നു. എന്റെ അമ്മയെക്കുറിച്ചും അയാൾ അന്വേഷിച്ചു. നിന്റെയും എന്റെ അമ്മയുടെയും ഒരു വിവരവും അയാൾക്ക് എത്താതെ ബ്ലോക്ക് ചെയ്ത് വന്നതായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ നീ അയാളുടെ നാട്ടിലെത്തിയിരിക്കുന്നു, കൊച്ചിയിൽ. അയാൾ എന്തിനാ നിന്നെ അന്വേഷിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് നല്ലതിനാവില്ല എന്നാ എന്റെ മനസ്സ് പറയുന്നേ. ഓ, അതിനെന്താ? അയാൾ എന്നെ അന്വേഷിച്ചു വരട്ടെ, നമുക്ക് അപ്പോ നോക്കാം. ആരതി പറഞ്ഞത് മായ കാര്യമായി എടുത്തില്ല. എന്റെ മായെ, അയാൾ അവിടുത്തെ പേര് കേട്ട ബിസിനസ്മാനാണ്. പോരാതെ അയാൾക്ക് കേരളത്തില് നല്ല ഹോൾഡ് ഉണ്ട്. നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ആരതി വീണ്ടും പറഞ്ഞു. ആരു, സഞ്ജീവ് മാധവ് എന്ന ബിസിനസ്മാനെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. കേട്ടിടത്തോളം അയാൾ അത്ര ഭീകരനൊന്നുമല്ല. പക്ഷെ അയാൾ എന്തിനാ എന്നെ അന്വേഷിക്കുന്നതെന്ന് മാത്രം മനസ്സിലായില്ല. അയാളെ പോലെ ഒരാൾ ഒരാവശ്യമില്ലാതെ എന്നെ അന്വേഷിക്കില്ലല്ലോ. മായ സംശയത്തോടെ പറഞ്ഞു. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്റെ വഴിക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒരു വിവരവും കിട്ടിയില്ല. ആരതി പറഞ്ഞു. ശരി ആരു, ഞങ്ങൾ ഇപ്പൊ കൊച്ചിയിൽ എത്തിയതേ ഉള്ളൂ. ഞാനൊന്ന് ഹോട്ടലിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് രാത്രി വിളിക്കാൻ നിന്നെ. മായ അതും പറഞ്ഞ് ഫോൺ വെച്ചു. അയാൾ എന്തിനാ തന്നെ അന്വേഷിക്കുന്നത്? ഇനി പുതിയ വല്ല പ്രശ്നവും വരാൻ പോവുകയാണോ? മായ ആകെ കുഴപ്പത്തിലായി. അവൾ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. എയർപോർട്ടിന്റെ എൻട്രൻസ് എത്താറായപ്പോഴാണ് മായ അവിടെ ഒരു പരിചിത മുഖം കാണുന്നത്. അയാളെ അവൾ അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. തൽക്കാലം അയാളുടെ മുൻപിൽ ചെന്ന് തലവെച്ചു കൊടുക്കാതെ എങ്ങനെയെങ്കിലും പോകണം എന്ന് കരുതി അവൾ അയാളെ ഗൗനിക്കാതെ നടന്നു. അയാൾ ഒരു സ്യൂട്ടാണ് ധരിച്ചിരുന്നത്. മുടിയെല്ലാം സ്റ്റൈലിൽ വെട്ടിയൊതുക്കി ആരെയോ കാത്തെന്ന പോലെ നിൽക്കുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ. അത് മറ്റാരുമല്ല, മായയുടെ കഴുത്തിൽ താലി കെട്ടിയ അവളുടെ ഭർത്താവ് അജയ് മേനോൻ. കയ്യിൽ ഒരു പ്ലക്കാർഡുമായി അയാൾ അക്ഷമനായി അവിടെ നിന്നുകൊണ്ട് പിറുപിറുത്തു. ആ നശിച്ച വീപ്പക്കുറ്റി എപ്പോഴാ പുറത്തു വരുന്നത്? അവന്റെ പുറകിലായി അവന്റെ PA വിനോദ് ഉണ്ടായിരുന്നു. സർ, ഫ്ലൈറ്റ് റീച്ച് ആയിട്ടുണ്ട്. മാഡം ഉടനെ എത്തുമായിരിക്കും. സാറിന്റെ മുത്തശ്ശൻ സാർ അവരോട് നന്നായി പെരുമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ അതുകൊണ്ട് അവര് വരുമ്പോ ദേഷ്യം കാണിക്കരുത്. സാർ കുറച്ച് ക്ഷമ കാണിക്കണം, വിനോദ് വിനയത്തോടെ പറഞ്ഞു. അത് കേട്ടതും അജയന്റെ നെറ്റി ചുളിഞ്ഞു. അവന്റെ മുഖത്ത് കോപം നിറഞ്ഞു. ക്ഷമയോ? ആ സാധനത്തെ കാണുന്നത് തന്നെ വെറുപ്പാ എനിക്ക്. പെട്ടുപോയി. എന്റെ നിവർത്തികേട് കൊണ്ട് മാത്രമാ ഞാൻ ഇന്ന് അവളെ പിക്ക് ചെയ്യാൻ തന്നെ വന്നത്. വിനോദ്, നിനക്കൊരു കാര്യം അറിയോ? പ്രസവത്തിന് മുൻപേ അവളൊരു ഗുണ്ടുമണിയായിരുന്നു. ഇപ്പൊ പ്രസവവും കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് പറയേ വേണ്ട, ആനയോളം തടിച്ചിയായിട്ടുണ്ടാവും. അജയ് ദേഷ്യം കാരണം ഇത്തിരി ഉറക്കെയാണത് പറഞ്ഞത്. അവൾ ഇപ്പോഴും തടിച്ചിയായിട്ടുണ്ടാവുമെന്നാണ് അവൻ കരുതിയത്. മായ അത് കേട്ടുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. ഒന്നാമതേ അയാളോട് യാതൊരു താല്പര്യവുമില്ല. പിന്നെ
അയാൾ തന്നെക്കുറിച്ച് പറഞ്ഞതുകൂടി കേട്ടപ്പോൾ ഉടനെ ഒന്നും അവനുമായി മുഖാമുഖം കൂടിക്കാഴ്ച നടത്തണ്ട എന്നവൾ തീരുമാനിച്ചു. ഡിവോഴ്സിന് കോടതിയിൽ വരുമ്പോൾ കണ്ടാ മതി. കഴിഞ്ഞ 5 വർഷമായി ബന്ധം വേർപ്പെടുത്തണമെന്ന് അവൾ പലതവണ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ശേഖരനോ വിശ്വനാഥ മേനോനോ അത് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ അജയും മായയും ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അജയ് കാണാതെ എത്രയും പെട്ടെന്ന് മോളെയും കൊണ്ട് അവിടെ നിന്ന് പോകണമെന്ന് അവൾ തീരുമാനിച്ചു. വിനോദുമായി സംസാരിച്ച് തിരിഞ്ഞ് അജയന്റെ കണ്ണുകൾ പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ വിടർന്നു. എയർപോർട്ടിൽ എൻട്രൻസിൽ നിന്നും ആദ്യം ഇറങ്ങി വരുന്ന സുന്ദരിയായ യുവതിയെ കണ്ടാണ് അവന്റെ കണ്ണുകൾ വിടർന്നത്. തോളൊപ്പം മുടിയും നല്ല തിളക്കമുള്ള കണ്ണുകളും മെലിഞ്ഞ ശരീരവുമുള്ള അവളെ കാണാൻ സിനിമാ നായികയെ പോലെ ഉണ്ടായിരുന്നു. അവളെ കണ്ട നിമിഷം മുതൽ അജയന്റെ ചുറ്റും പ്രകാശം പരന്നതുപോലെയാണ് അവന് തോന്നിയത്. അവന്റെ അടുത്തുകൂടി പോയ ഒരാൾ അവനെ ഇടിച്ചിട്ട് പോയിട്ടുകൂടി അവനത് അറിഞ്ഞില്ല. നിലത്ത് വീണ് അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ വീണ്ടും അവളെ വായി നോക്കാൻ തുടങ്ങി. അവൾ തന്നെ ശ്രദ്ധിക്കാതെ വരുന്നത് കണ്ട് അവൻ പെട്ടെന്ന് സ്വയം ഒന്ന് നോക്കി കോട്ടൊന്ന് തുടച്ചുകൊണ്ട് അവളുടെ മുൻപിൽ ചെന്ന് നിന്നു. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ സംസാരിച്ചു തുടങ്ങി. ഹായ് സുന്ദരി, ഞാൻ അജയ് മേനോൻ. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങളുടെ പേരെന്താണ്? അവന്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ടാൽ അവൻ അവളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യുകയാണെന്ന് ആർക്കും മനസ്സിലാവും. മായ കൂളായി മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി. തന്നെ അവന് മനസ്സിലായിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. നല്ലത്. സ്വയം ചിന്തിച്ചുകൊണ്ട് അവൾ അവനെ മൈൻഡ് ആക്കാതെ മുൻപോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവൻ കൈവച്ച് തടഞ്ഞു. പ്ലീസ്, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പോകൂ, അവൻ ജിജ്ഞാസയോടെ പറഞ്ഞു. മായ ശേഖരൻ, അവൾ ശാന്തമായ മുഖത്തോടെ പറഞ്ഞു. അപ്പോഴാണ് ട്രോളിയിലിരുന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്ന ആമിമോൾ തല പൊക്കി നോക്കിയത്. കുഞ്ഞാമി ആദ്യം കണ്ടത് അജയന്റെ കൈകളിലെ പ്ലക്കാർഡായിരുന്നു. അതിലെഴുതിയിരുന്ന മായാശേഖരൻ എന്ന പേര് മോൾ അവളുടെ കുഞ്ഞു ശബ്ദത്തിൽ ഉറക്കെ വായിച്ചു. വായിച്ചു കഴിഞ്ഞ ശേഷം ഒട്ടൊരു സംശയത്തോടെ അവൾ അമ്മയെ നോക്കി. ഞാൻ കറക്റ്റായിട്ടല്ലേ വായിച്ചത്? മോൾ ആരാഞ്ഞു. പിന്നല്ലാതെ, ആമിമോള് സൂപ്പർ അല്ലേ? മായ കുനിഞ്ഞ് മോളുടെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം നിവർന്ന് കൈ കെട്ടി നിന്ന് അജയിനെ ഗൗരവത്തിൽ നോക്കി. നിങ്ങൾ, അവൾ എന്തോ പറയാനാഞ്ഞതും പെട്ടെന്ന് അജയ് ഇടയ്ക്ക് കയറി. വാട്ട് എ കോയിൻസിഡൻസ്! ഞാനും നിങ്ങളുടെ അതേ പേരുള്ള ഒരാളെ പിക്ക് ചെയ്യാൻ വന്നതാണ്. എന്നാ അവള് നിങ്ങളെ പോലെ സുന്ദരിയല്ല, തടിച്ചൊരു ഗുണ്ടുമണിയാ. അവന്റെ മുൻപിൽ നിൽക്കുന്നത് അവന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കാതെ അവൻ പറഞ്ഞു. അത് കേൾക്കെ മായയ്ക്ക് ദേഷ്യം വന്നു. അവൻ ഇപ്പോഴും തന്നെ മനസ്സിലായില്ലെന്ന് മാത്രമല്ല, തന്നെ ബോഡി ഷേമിംഗ് കൂടി ചെയ്യുന്നു. മുൻപ് പലതവണ അവനടക്കമുള്ള പലരും അവളെ തടിച്ചി എന്ന പേരിൽ പറഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ അവൾക്ക് കടുത്ത വിഷമമാണ് തോന്നിയത്. എന്നാൽ ഇന്ന് ആദ്യമായി അവൾക്ക് തന്നെ അപമാനിച്ചത് കേൾക്കെ ദേഷ്യം തോന്നി. അവളെ അല്ലാതെ വേറെ ഏത് പെൺകുട്ടിയോടും ഇതുപോലെ നീ തടിച്ചിയാണെന്ന് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരും. കാരണം അവൾ അനുഭവിച്ച ആ വേദന മായയ്ക്ക് നന്നായി അറിയാം. അമ്മേ, നമുക്ക് പോവാം, ആമിമോൾ പെട്ടെന്ന് അവളുടെ കയ്യിൽ തട്ടി പറഞ്ഞു. മോള് പറഞ്ഞത് കേട്ട് അജയ്ക്ക് മറുപടി കൊടുക്കാതെ മായ നടക്കാൻ തുടങ്ങിയതും, നിങ്ങൾ തടിച്ചു ഗുണ്ടായ ഏതെങ്കിലും പെണ്ണിനെ കണ്ടിരുന്നോ എന്ന് അവളോട് അവൻ ചോദിച്ചു. അതിന് അവൾ മറുപടി പറയുന്നതിന് മുൻപേ തന്നെ ആമിമോൾ ചിരിച്ചുകൊണ്ട്, ഞങ്ങൾ തടിച്ചിട്ടുള്ള ആരെയും കണ്ടില്ല അങ്കിൾ എന്ന് പറഞ്ഞു. ആമി, അങ്ങനെയൊന്നും ആരെയും ബോഡി ഷേമിംഗ് നടത്തരുത്. അത് ഗുഡ് ഗേൾസിന് ചേർന്നതല്ല. മായ അവൾക്ക് താക്കീത് നൽകി. ഓ, അപ്പൊ ഈ അങ്കിള് ബാഡ് ആണല്ലേ? ആമി അജയിനെ നോക്കി ചോദിച്ചു. അത് കേൾക്കെ അജയിന്റെ കണ്ണുകൾ കുറുകി. മായ അത് ഗൗനിക്കാതെ അവിടെ നിന്ന് നടന്നു നീങ്ങി. അജയ് അവളുടെ പുറകെ പോകാൻ ആഞ്ഞതും വിനോദ് അവനെ തടഞ്ഞു. സർ, ഇപ്പൊ അവരുടെ പുറകെ പോവല്ലേ, നമുക്ക് നമ്മുടെ ഡ്യൂട്ടി നോക്കാം. നമ്മൾ ഇവിടെ വന്ന കാര്യം മറക്കരുത്, വിനോദ് അവനെ ഓർമ്മിപ്പിച്ചു. എനിക്കിട്ട് പണി തരാൻ ശത്രുക്കളൊന്നും വേണ്ട, നീയേ ധാരാളം. അതല്ലേ ഇപ്പൊ ഞാനൊരു നല്ല കാര്യത്തിന് പോകുമ്പോ എന്നെ തടുക്കുന്നത്, അജയ് ദേഷ്യത്തിൽ വിനോദിനോട് പറഞ്ഞു. ഇത് കേൾക്കെ വിനോദ് പുഞ്ചിരിച്ചു. പോടാ പോ,
ചിരിക്കാതെ ആ സുന്ദരിയുടെ പുറകെ പോയി അവളുടെ ഡീറ്റെയിൽസ് എടുക്ക്. ഞാൻ അപ്പോഴേക്കും ആ തടിച്ചിയെ പിക്ക് ചെയ്തിട്ട് വരാം. അജയ് ഓർഡർ ചെയ്തു. അത് കേട്ട് തലയാട്ടിക്കൊണ്ട് വിനോദ് മായയ്ക്ക് പുറകെ പോയി. ഇപ്പോഴും കാര്യം മനസ്സിലാവാതെ അജയ് തടിയുള്ള മായയും കാത്ത് എയർപോർട്ടിൽ നിന്നു. എന്നാൽ ആ സമയം കൊണ്ട് തന്നെ മായ മോളെയും കൊണ്ട് ടാക്സിയിൽ കയറി പോയിരുന്നു. എപ്പോ നോക്കിയാലും ഫോണിൽ കളിയേ ഉള്ളൂ പെണ്ണിന്. അതും പറഞ്ഞ് മായ മോളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങാൻ തുനിഞ്ഞതും മോള് വേഗം ഫോൺ ഉയർത്തിപ്പിടിച്ചു. അമ്മേ പ്ലീസ്, എനിക്ക് ഗെയിം ഒത്തിരി ഇഷ്ടമായി. ഞാൻ ഈ ലെവലിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. മോള് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. മകളെ ചെല്ലം കൊടുത്ത് വളർത്തണമെന്നൊന്നും മായ കരുതിയിട്ടില്ല എങ്കിലും മോൾ അവളുടെ പെറ്റാണ്. മോളെ ചുറ്റിപ്പറ്റിയാണ് അവളുടെ ലോകം തന്നെ. മകനെയും കണ്ടുപിടിച്ച് തന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം. അതാണ് മായയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. ആമിമോൾ നല്ല സ്മാർട്ടും ഐക്യവുമുള്ള ഒരു കുട്ടിയാണ്. അതവളുടെ ടീച്ചർമാർ തന്നെ മായയോട് പറഞ്ഞിട്ടുണ്ട്. തന്റെ മകൾ ഒരു സൂപ്പർ ഇന്റലിജന്റ് ആണെന്നത് പലതവണ മായയ്ക്ക് ബോധ്യമായിട്ടുള്ളതാണ്. പുതിയ സ്ഥലമായതുകൊണ്ട് മോളെ വാശി പിടിപ്പിക്കണ്ടെന്ന് കരുതി മായ ഒന്നും പറയാതെ മോളെ ഫോണിൽ കളിക്കാൻ അനുവദിച്ചു. അധികം വൈകാതെ തന്നെ അവരുടെ ടാക്സി അവർ ബുക്ക് ചെയ്ത സഫയർ ഹോട്ടലിൽ എത്തിച്ചേർന്നു. ടാക്സിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അവളുടെ കാലിടറി. എങ്കിലും അവൾ വീഴാതെ ഡോറിൽ പിടിച്ചു നിന്നു. ചെറിയ വേദനയുണ്ടായിരുന്നു അവൾക്ക്. അമ്മേ, എന്തു പറ്റി? ആമിമോൾ പേടിയോട് ചോദിച്ചു. ഒന്നുമില്ല മോളെ, കാല് പെട്ടെന്ന് സ്ലിപ്പായി, അത്രേ ഉള്ളൂ. എന്റെ മോള് വന്നേ. മോളെ ആശ്വസിപ്പിച്ച് വേദന സഹിച്ചു പിടിച്ചുകൊണ്ട് മായ മോളെയും കൊണ്ട് ഹോട്ടലിലേക്ക് നടന്നു. നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട് റിസപ്ഷനിൽ നിന്നും കീ വാങ്ങി അവർ റൂമിലേക്ക് ചെന്നു. 8 നിലയുള്ള ആ 7 സ്റ്റാർ ഹോട്ടലിന്റെ ഏറ്റവും മുകൾ നിലയിൽ പ്രീമിയം റൂംസ് ആണ്. അതിലൊന്നാണ് മായ ബുക്ക് ചെയ്തത്. അവളുടെ അനുവാദമില്ലാതെ മറ്റാർക്കും അവിടെ വന്ന് അവളെ ശല്യം ചെയ്യാൻ കഴിയില്ല. നല്ല സെക്യൂരിറ്റി ഉള്ള ഹോട്ടൽ ആയതുകൊണ്ട് സേഫ് ആണ്. വിശാലമായൊരു സ്വീറ്റ് റൂം, 2 ബെഡ്റൂമും 1 ഹാളും കിച്ചനും പ്രൈവറ്റ് പൂളും അടങ്ങുന്നതാണ്. 2 ബെഡ്റൂമും തമ്മിൽ സ്ട്രക്ചറൽ വ്യത്യാസമുണ്ട്. പക്ഷേ രണ്ടും കാണാൻ നല്ല ഭംഗിയുള്ളവ. അതിമനോഹരമായ ആ സ്വീറ്റ് റൂം മായയ്ക്കും മോൾക്കും ഇഷ്ടമായി. അവിടുത്തെ സൗകര്യങ്ങളെല്ലാം 2 പേർക്കും നന്നേ ബോധിച്ചു. അങ്ങനെ 2 സ്വീറ്റ് റൂമേ ആ ഹോട്ടലിലുള്ളൂ. ബാക്കിയെല്ലാം നോർമൽ റൂംസ് ആണ്. അവരുടെ സ്വീറ്റിന്റെ നേരെ എതിർവശത്താണ് രണ്ടാമത്തേത്. അതിൽ താമസിക്കുന്നത് ആ ഹോട്ടലിന്റെ ഓണറാണ്. അത് മറ്റാരുമല്ല, മായയെ കുറിച്ച് അവളുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുവെന്ന് ആരതി പറഞ്ഞ അതേ സഞ്ജീവ് മാധവൻ. മായ നാട്ടിലെത്തിയതും തന്റെ ഹോട്ടലിൽ തന്നെ താമസിക്കുന്നതും സഞ്ജീവ് കണ്ടെത്തുമോ?